ഇന്ന് ജീവിതത്തിൻ്റെ അർത്ഥവും ജീവിതത്തിൻ്റെ ആനന്ദവും തേടുന്ന ഒരാൾക്ക് നമ്മുടെ കർത്താവായ ക്രിസ്തു നൽകുന്ന മറുപടിയാണ് അവിടുത്തെ അന്ത്യ അത്താഴം. ഈ അന്ത്യ അത്താഴത്തിൻ്റെ പ്രാധാന്യവും പ്രത്യേകതകളും സൂചിപ്പിക്കുന്ന വചനമാണ് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇപ്പോൾ ശ്രവിച്ചത്. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പലതവണ നാം കേൾക്കുന്നൊരു വാക്കുണ്ട്, എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ല, എൻ്റെ മണിക്കൂർ ഇനിയും ആയിട്ടില്ല. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഈ വചനത്തിൽ നമ്മൾ കേൾക്കുന്നത് യേശു തൻ്റെ സമയമായി എന്ന് തിരിച്ചറിയുന്നതാണ്. സമയമായി എന്ന് യേശു പറയുന്ന ഈ വാക്കിന് രണ്ട് സവിശേഷതകളാണ്, പ്രത്യേകതകളാണ് നാം കാണുന്നത്. ഒന്ന്, ഈ ലോകത്തിലെ യേശുവിൻ്റെ പരസ്യ ജീവിതം പൂർത്തിയാക്കുവാനുള്ള സമയമായി. രണ്ട്, യേശുവിൻ്റെ സ്നേഹം അതിൻ്റെ പാരമ്യത്തിൽ വെളിപ്പെടുത്തുവാനുള്ള സമയമായി. ഈശോയുടെ ഈ ലോക ജീവിതത്തിൻ്റെ പൂർത്തീകരണത്തിനുള്ള സമയമായി. ഈശോയ്ക്ക് നമ്മോടുള്ള, മനുഷ്യകുലത്തോടുള്ള സ്നേഹത്തിൻ്റെ പാരമ്യം പ്രകടമാക്കുവാനുള്ള സമയമായി. ഈ രണ്ട് സവിശേഷതകളും സംഗമിക്കുന്നതാണ് യേശുവിൻ്റെ പീഡാനുഭവവും യേശുവിൻ്റെ കുരിശ് മരണവും യേശുവിൻ്റെ പുനരുത്ഥാനവും. ഈ കാര്യങ്ങളുടെ കൗദാസികമായ ആവിഷ്കാരമാണ് തിരുവത്താഴത്തിൽ ഈശോ സ്ഥാപിച്ച പരിശുദ്ധ കുർബാന. ചുരുക്കത്തിൽ, പരിശുദ്ധ കുർബാന യേശുവിൻ്റെ ജീവിതത്തിൻ്റെ സർവസ്വവുമാണ്. ഏറ്റവും പ്രധാനമായി നമുക്ക് വേണ്ടി അവൻ അനുഭവിച്ച പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും അവിടുത്തെ പുനരുത്ഥാനത്തിൻ്റെയും സ്മരണയാണ്, ആഘോഷമാണ് പരിശുദ്ധ കുർബാനയിൽ, ദിവ്യബലിയിൽ നമ്മൾ ഓരോരുത്തരും നിർവഹിക്കുന്നത്. സ്നേഹ ബഹുമാനമുള്ള സഹോദരരെ, പണ്ഡിതനായ പോപ്പ് ബെനഡിക്ട് 16 ജീസസ് ഓഫ് നസ്രത്ത്, നസ്രത്തിലെ യേശു എന്ന തൻ്റെ വിഖ്യാതമായ ഗ്രന്ഥത്തിൽ യേശുവിൻ്റെ അന്ത്യ അത്താഴത്തെക്കുറിച്ചുള്ള പണ്ഡിതോചിതമായ വിചിന്തനം അദ്ദേഹം നടത്തുന്നുണ്ട്. ഈ വചന സന്ദേശത്തിൽ അദ്ദേഹത്തിൻ്റെ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള, അന്ത്യ അത്താഴത്തെക്കുറിച്ചുള്ള ഈ വിചിന്തനത്തിലെ പ്രധാന കാര്യങ്ങളാണ് സംക്ഷിപ്തമായി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ ഉള്ളിൽ നിന്ന് ഉറവയെടുക്കുന്നതാണ് അവിടുത്തെ ആത്മസമർപ്പണവും കുർബാന സ്ഥാപനവും. അനന്യവും നിത്യനൂതനവും അതുലിതവുമായ ആത്മസമർപ്പണമാണത്. അതിൻ്റെ ആന്തരിക പൊരുളുകളും രക്ഷാകരമാനങ്ങളും മനസ്സിലാക്കിയതുകൊണ്ടാണ് സഭ അതിൻ്റെ ആരംഭം മുതൽ യേശു താൻ ഒറ്റുകൊടുക്കപ്പെട്ട രാത്രിയിൽ അനുഷ്ഠിച്ചതുപോലെ അപ്പം മുറിക്കുവാൻ, കുർബാന അർപ്പിക്കുവാൻ ആരംഭിച്ചത്. ആരംഭത്തിൽ ശ്രവിച്ചതുപോലെ അടുത്ത ദിവസം പീഡാനുഭവത്തിലൂടെ, കുരിശുമരണത്തിലൂടെ കടന്നു പോകേണ്ട യേശുവാണ് തലേ ദിവസം സന്ധ്യയ്ക്ക് സഹിയോൻ ഊട്ടുശാലയിൽ യഹൂദ പാരമ്പര്യത്തിൻ്റെ ഭാഗമായ
പെസഹ തിരുനാളിൽ പെസഹ ഭക്ഷണത്തിനായി സമ്മേളിക്കുന്നത്. ആ പെസഹ ഭക്ഷണത്തിൻ്റെ അർത്ഥവും പ്രാധാന്യവുമാണ് ഇന്ന് ശ്രവിച്ച ഒന്നാമത്തെ വായനയിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ 12-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിച്ചു കേട്ടത്. ആ യഹൂദ പെസഹായ്ക്ക് പുതിയ അർത്ഥവും പുതിയ മാനവുമാണ് യേശു തൻ്റെ ജീവിതത്തിലൂടെ കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും നൽകുന്നത്. അതിൻ്റെ കൗദാശികമായ ആവിഷ്കാരമാണ് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിലുള്ള പരിശുദ്ധ കുർബാന എന്ന കാര്യമാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നാം ഓർക്കേണ്ടത്. തിരുവത്താഴത്തിൽ യേശു ചെയ്ത കാര്യത്തെക്കുറിച്ചുള്ള പ്രബോധനമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കേട്ടത്. 4 സുവിശേഷകൻ ഒരുവനാണ് യോഹന്നാൻ സുവിശേഷകൻ. യോഹന്നാൻ സുവിശേഷകൻ മറ്റ് 3 സുവിശേഷകന്മാരിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം ഈ അന്ത്യത്താഴവേളയിൽ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിനല്ല പ്രാധാന്യം നൽകുന്നത്, മറിച്ച് പരിശുദ്ധ കുർബാനയുടെ പ്രായോഗികമായ അർത്ഥം നമുക്ക് പറഞ്ഞു തരുന്ന അപ്പോസ്തലന്മാരുടെ കാലുകൾ കഴുകുന്ന ആ സംഭവമാണ് വിവരിക്കുന്നത്. നമ്മുടെ ഈ വിചിന്തനത്തിൽ ഈശോയുടെ ഈ കുർബാന സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ 2-ാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന് നാം ശ്രവിച്ചത്. ഈശോ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ ശിഷ്യരോടൊപ്പം തിരുവത്താഴത്തിൽ ചെയ്ത കാര്യങ്ങളാണ്. വാസ്തവത്തിൽ അതിൻ്റെ സംഗ്രഹമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു ചെയ്ത 2 പ്രവൃത്തികളുണ്ട്. മാത്രമല്ല യേശു പറഞ്ഞ ചില വാക്കുകളുമുണ്ട്. പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിൽ യേശു ചെയ്ത പ്രവൃത്തികൾ അഥവാ കർമ്മങ്ങൾ എന്തായിരുന്നു? യേശു അവയുടെ മേൽ പറഞ്ഞ വാക്കുകൾ എന്തായിരുന്നു? അവയുടെ എല്ലാം അർത്ഥം എന്താണ്? അതാണ് ഈ വിചിന്തനത്തിൽ ബെനഡിക്ട് 16 പാപ്പ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. 2 കർമ്മങ്ങളാണ് ഈ കുർബാനയുടെ സ്ഥാപനത്തിൽ അന്ത്യത്താഴവേളയിൽ യേശു ചെയ്യുക. 1, യേശു അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു. 2, ഈശോ അപ്പം മുറിച്ചു. ഈ 2 കാര്യങ്ങളുടെ ആന്തരികമായ അർത്ഥവും സന്ദേശവും സ്വാംശീകരിക്കുമ്പോഴാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പൊരുളും അതിൻ്റെ ചൈതന്യവും വിശ്വാസികളായ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നത്. അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു. നമുക്കറിയാം, അപ്പം ഈ ഭൂമിയുടെ ഫലങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളാണ്. അപ്പവും വീഞ്ഞും ഭൂമിയുടെ ഫലങ്ങൾ നൽകുന്നത് ദൈവമാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഫലങ്ങളായ ഈ അപ്പവും വീഞ്ഞും ദൈവത്തിൻ്റെ ദാനങ്ങളാണ്. മാത്രവുമല്ല, ദൈവത്തിൻ്റെ ദാനങ്ങളായ ഈ അപ്പവും വീഞ്ഞും അൾത്താരയിലെത്തുന്നതിന് പിന്നിൽ കഠിനമായ മനുഷ്യ പ്രയത്നമുണ്ട്. അതും വിസ്മരിക്കരുത്. അപ്പോൾ ദൈവത്തിൻ്റെ ദാനവും ആ ദാനം അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെ രൂപത്തിൽ വരുന്നതിൻ്റെ പിന്നിലുള്ള ആ മനുഷ്യൻ്റെ കഠിനമായ പ്രയത്നവും ഈ ബലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായി നിൽക്കുകയാണ്. അതിനാൽ ഈ അപ്പവും വീഞ്ഞും സമർപ്പിക്കുമ്പോൾ എങ്ങനെയെങ്കിലും സമർപ്പിക്കുകയല്ല, ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് ഈ അപ്പവും വീഞ്ഞും കൃതജ്ഞതയും സ്തോത്രവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരർപ്പണമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാന ദിവ്യബലി കൃതജ്ഞതയുടെയും സ്തോത്രത്തിൻ്റെയും ആരാധനയുടെയും ഒരു വലിയ ആവിഷ്കാരമാകുന്നത്. കൃതജ്ഞതയും സ്തോത്രവും കുർബാനയുടെ അവിഭാജ്യങ്ങളായ ഘടകമായി മാറുന്നു. മാത്രമല്ല, ഈശോ ചില വചനങ്ങൾ ഉച്ചരിക്കുന്നുണ്ട്. ആ വചനങ്ങൾ മന്ത്രോച്ചാരണങ്ങളല്ല, പിന്നെയോ യേശുവിനോടുകൂടി യേശുവിനോടൊപ്പം പ്രാർത്ഥിക്കുന്നതായിട്ടാണ് സഭ ആരംഭം മുതലേ മനസ്സിലാക്കിയിരുന്നത്.
ചുരുക്കത്തിൽ കുർബാന കൃതജ്ഞതയുടെയും സ്തോത്രത്തിൻ്റെയും ബലിയർപ്പണമാണ്. തൻ്റെ പുത്രൻ്റെ സ്വയം ശൂന്യമാക്കുന്ന മഹാസ്നേഹത്തിലൂടെ ദൈവം തന്നെയാണ് തന്നെ നമുക്ക് നൽകുന്നത്. ദൈവം തന്നെ തൻ്റെ പുത്രനിലൂടെ നമുക്ക് നൽകുന്നു. മഹാസ്നേഹത്തിലൂടെ ദൈവം തന്നെ നമുക്ക് നൽകുമ്പോൾ ഭൗമിക വരദാനമായ അപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീരരക്തങ്ങളാക്കിയാണ് ദൈവം അവയിലൂടെ തന്നെ നമുക്ക് നൽകുന്നത്. രണ്ടാമത്തെ കർമ്മം ഈശോ നിർവഹിച്ചത് അപ്പം മുറിക്കലാണ്. അപ്പമെടുത്ത് സ്തോത്രവും കൃതജ്ഞതയും ചൊല്ലുക മാത്രമല്ല, ആ അപ്പം അവൻ മുറിച്ചു നൽകി. അപ്പം മുറിക്കുക കുടുംബനാഥനായ അപ്പൻ്റെ ചുമതലയാണ്. ഒരർത്ഥത്തിൽ പിതാവായ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് കുടുംബനാഥൻ. ഭൂമിയുടെ ഫലപുഷ്ടി വഴി ദൈവം എല്ലാം പങ്കുവെച്ചു തരുന്നു. അപ്പം മുറിക്കൽ വഴി കുടുംബനാഥൻ കുടുംബാംഗങ്ങൾക്ക് അപ്പം പങ്കുവെച്ച് നൽകുന്നു. അപ്പം മുറിക്കൽ അതിൽ തന്നെ പങ്കുവയ്ക്കലാണ്, കൂട്ടായ്മയാണ്. ദിവ്യബലി അർപ്പിക്കുന്ന വിശ്വാസി ഈ അപ്പം മുറിക്കലിൻ്റെ ഈ അർത്ഥവും ഈ ചൈതന്യവും സ്വാംശീകരിച്ചാണ് ഓരോ ദിവസവും ജീവിക്കേണ്ടത്. ഈ അപ്പം മുറിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതം പങ്കുവയ്ക്കുകയാണ്. സ്നേഹമായി, സേവനമായി, സാന്നിധ്യമായി, സഹായമായി ഒരുവൻ തൻ്റെ ജീവിതം പങ്കുവയ്ക്കുന്നതിൻ്റെ അടയാളമാണ്. ഈ പങ്കുവെച്ച് നൽകുന്നതിലൂടെ ഉണ്ടാകുന്നതാണ് ഈ കൂട്ടായ്മയുടെ അനുഭവം. ബെനഡിക്ട് പാപ്പയുടെ വാക്കുകളിൽ പറഞ്ഞാൽ എന്താണ് ഈ കൂട്ടായ്മ എന്ന് ചോദിച്ചാൽ, പങ്കിടുന്ന ഹൃദയത്തിൻ്റെ ഓഹരിയാണ് കൂട്ടായ്മ എന്ന് പറയാം. ഇന്ന് നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. നമ്മുടെ ജീവിതങ്ങൾ പരിശോധിച്ചാൽ, ലോകത്തിലുള്ള സമ്പന്നരുടെ ജീവിതം പരിശോധിച്ചാൽ കാണുന്നൊരു കാര്യം എന്താണ്? അവർ തനിക്ക് വേണ്ടി ശേഖരിച്ചു വയ്ക്കുക എന്നുള്ളൊരു ത്വരയുടെ ഭാഗമായി ജീവിക്കുന്നവരാണ്. എല്ലാം എനിക്ക് വേണ്ടി, എല്ലാം സ്വന്തം കാര്യത്തിന് വേണ്ടി, സ്വന്തമായതെല്ലാം പങ്കുവെച്ച് നൽകുന്നതാണ് ഈ അപ്പം മുറിക്കൽ. അവിടെയാണ് കൂട്ടായ്മയുടെ അനുഭവം ഉണ്ടാകുന്നത്. അപ്പം മുറിക്കൽ വഴി യേശു പങ്കിടുന്നത് അവനെ തന്നെയാണ്. അവിടുത്തെ പങ്കുവയ്ക്കൽ വിപ്ലവാത്മകമായ സ്നേഹത്തിൻ്റെ പവിത്ര കർമ്മമായി തീരുന്നു. അതാണ് വിശുദ്ധ കുർബാന എന്ന അപ്പം മുറിക്കൽ. ആദിമസഭയിൽ അതുകൊണ്ട് പരിശുദ്ധ കുർബാനയ്ക്ക് നൽകിയിരുന്ന പര്യായ പദമാണ് അപ്പം മുറിക്കൽ. ഇതിൻ്റെ അർത്ഥമാണ് അവൻ ദുഃഖവെള്ളിയാഴ്ചയുള്ള പീഡാനുഭവത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും നിർവഹിച്ചത്. പുനരുത്ഥാനത്തിലേക്കാണ് അതിൻ്റെ ക്ലൈമാക്സായി അവൻ എത്തിച്ചേർന്നത്. ആരൊക്കെയാണോ തങ്ങളുടെ അനുദിന ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ഈ അപ്പം മുറിക്കുന്ന ആ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത്, അവനാണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്നാണ് ചുരുക്കത്തിൽ അന്ത്യത്താഴം നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിനോട് ചേർന്ന് പോകുന്നൊരു കാര്യമാണ്, അപ്പം മുറിച്ച് പകുത്ത് നൽകുന്നത് പോലെ പ്രധാനമാണ് മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുന്നതും. അത് കുർബാനയുടെ അന്തസത്തയുടെ ഭാഗമാണെന്നാണ് ബെനഡിക്ട് 16 പറയുക. മറ്റുള്ളവരെ സഹായിക്കുന്നത് പരിശുദ്ധ കുർബാനയുടെ അന്തസത്തയിൽ പെടുന്നതാണ് എന്ന കാര്യം വിസ്മരിക്കാതിരിക്കുക. കാരണം ഇവൻ അപ്പം മുറിച്ചത്, ജീവിതം മുറിച്ചത് തന്നെ സ്നേഹത്താൽ പ്രേരിതമായിരുന്നു എന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവരുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായി നിൽക്കുന്നൊരു വാക്കാണ് പരസ്നേഹം, കാരിത്താസ്. ഈ ദിനത്തിൽ അതിൻ്റെ സ്ഥാപനമാണ്. പുതിയ കൽപ്പന അവൻ നമുക്ക് നൽകി, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കുവിൻ. ബെനഡിക്ട് പാപ്പ ഈ കാരിത്താസ് എന്നുള്ള വാക്കിന് നൽകുന്ന അർത്ഥം ഇതാണ്: മറ്റുള്ളവരോടുള്ള അലിവുള്ള കരുതൽ എന്നും കരുതലുള്ള അലിവെന്നും ഈ വാക്കിന് അർത്ഥമുണ്ട്. കാരിത്താസ്, പരസ്നേഹം, മറ്റുള്ളവരോടുള്ള അലിവുള്ള കരുതൽ, കരുതലുള്ള അലിവ്. ഇതാണ് കുർബാനയുടെ സന്ദേശമായി, ചൈതന്യമായി നമ്മുടെ മുന്നിൽ തെളിഞ്ഞ് നിൽക്കേണ്ടത്.
നാം ശ്രദ്ധിക്കേണ്ടത് പാപ്പ തുടരുന്നു. കാരിത്താസ് അഥവാ പരസ്നേഹം കുർബാനയുടെ സത്താ ഘടകം തന്നെയാണ് എന്ന കാര്യം വിസ്മരിക്കാതിരിക്കുക. ഇതൊരു ചടങ്ങല്ല, കേവലം ഒരു അനുഷ്ഠാനമല്ല. വിശുദ്ധ കുർബാന എന്നതിലേക്കാണ് ഈ വിചിന്തനങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അത് ജീവിതത്തിലെ സ്നേഹത്തിൻ്റെ അനുഭവങ്ങളുടെ ആഘോഷമാണ്. പ്രത്യേകിച്ച് ക്രിസ്തുവിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ആഘോഷമാണ്. അതിൽ പങ്കുചേരുന്നവർക്കും അതേ മനസ്സും മനോഭാവവുമാണ് ദൈവം അതിലൂടെ പ്രദാനം ചെയ്യുന്നതും. അതുകൊണ്ട് പാപ്പ പറയുന്നൊരു വാക്കുകൂടിയുണ്ട്. അതായത് കുർബാനയോടുകൂടി എന്തെങ്കിലും ഉപവിപ്രവർത്തനമാകാം എന്നതല്ല, മറിച്ച് കുർബാനയിൽ അടിസ്ഥാനം ഉറപ്പിച്ച ഉപവിപ്രവൃത്തിയാകണം നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ടത്. പരിശുദ്ധ കുർബാനയിൽ വേരൂന്നി നിൽക്കുന്ന ഒരു ഉപവിപ്രവർത്തനം പരസ്നേഹ പ്രവർത്തനം, അല്ലാതെ ഒരു അപ്പൻഡിക്സ് പോലെ അനുബന്ധമായി എന്തെങ്കിലും ഉപവിപ്രവൃത്തി ചെയ്യുന്നതല്ല. സ്നേഹ ബഹുമാനമുള്ളവരെ, ഉന്നതങ്ങളിലേക്ക് മനസ്സും ഹൃദയവും ഉയരുന്നത് പോലെ സമസൃഷ്ടികളിലേക്ക് ഉയർന്ന് സമഭാവനയും ഹൃദയാർദ്രതയും ഉളവാക്കുന്നതാണ് പരിശുദ്ധ കുർബാന. ദൈവത്തിലെങ്കിലേക്ക് എൻ്റെ ഹൃദയവും മനസ്സും ഞാൻ ഈശോയോട് ചേർത്ത് ഉയർത്തുന്നത് പോലെ ഞാൻ മറ്റുള്ളവരിലേക്ക്, സഹോദരങ്ങളിലേക്ക്, സഹജീവികളിലേക്ക് ആർദ്രഭാവത്തോടുകൂടി സമഭാവനയോടുകൂടി എന്നെ തന്നെ അവർക്കായി നൽകുന്നതാണ് യഥാർത്ഥത്തിൽ കുർബാനയുടെ അർത്ഥവും സന്ദേശവും. രണ്ടാമതായി, അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും മേൽ ഈശോ പറഞ്ഞ ചില വാക്കുകളാണ്. അത് നമുക്കെന്നും സുപരിചിതമായി ദിവ്യബലിയിൽ നാം കേൾക്കുന്ന വചനമാണ്. ഈശോ അപ്പത്തിൻ്റെ മേൽ പറഞ്ഞത്, അപ്പം എടുത്ത് പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ട എൻ്റെ ശരീരമാകുന്നു. തൻ്റെ ശരീരമെന്ന് യേശു പറയുമ്പോൾ അർത്ഥമാക്കുന്നത് തൻ്റെ പൂർണ്ണമായ വ്യക്തിത്വം തന്നെയാണ്. ശരീരവും ആത്മാവിനെയും വേർപെടുത്തി കാണുന്ന ആ ഒരു കാഴ്ചപ്പാടല്ല. ശരീരമെന്ന് പറയുമ്പോൾ ആത്മാവും ശരീരവുമുള്ള സമഗ്ര വ്യക്തിയെ തന്നെയാണ് എന്നുള്ള അർത്ഥമാണ് നാം മനസ്സിലാക്കേണ്ടത്. തൻ്റെ ജീവൻ സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 18-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ യേശു അത് സ്വമനസ്സായി തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ കൈയാളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സ്വയം ദാനമായാണ് മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ജീവനെ അവൻ സമർപ്പിച്ചത്. അത് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയുള്ള അവൻ്റെ ഹൃദയ സമർപ്പണമാണ്. ക്രൂരമായ മരണം നമുക്ക് വേണ്ടിയുള്ള യേശുവിൻ്റെ ആത്മബലിയായി ഭവിച്ചു. കുർബാന എന്ന കൂദാശയിലൂടെ യുഗയുഗാന്തരങ്ങളിലുള്ള മനുഷ്യർക്ക് യേശു തന്നെ പങ്കുവച്ച് നൽകുന്നു. ഈ വാചകത്തിനൊരു വിശദീകരണം ആവശ്യമാണ്. നമ്മൾ 2014 ഇവിടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ആളുകളാണ്. ഈശോ പാലസ്തീനയിൽ ജെറുസലേമിലാണ് തൻ്റെ പീഡാനുഭവവും കുരിശുമരണവും പൂർത്തിയാക്കിയത്. അത് ഈ 2014 വർഷങ്ങൾക്ക് മുമ്പാണ്. ഈശോ അതുകൊണ്ടാണ് എല്ലാ കാലത്തുമുള്ള മനുഷ്യർക്ക്, ലോകത്തെ എല്ലായിടത്തിലുമുള്ള ആളുകൾക്ക് തൻ്റെ കുരിശുമരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും ആ കൃപയും അനുഗ്രഹവും സംലഭ്യമാക്കുവാൻ വേണ്ടി ആ കുരിശുമരണത്തെയും ആ ഉത്ഥാനത്തെയും അവൻ കൗദാശികമായി അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപസാദൃശ്യങ്ങളിൽ കുർബാനയായി സ്ഥാപിച്ച് തൻ്റെ ശിഷ്യർക്ക് നൽകി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഇന്ന് ക്രിസ്തുവിനെ, ക്രൂശിതനും ഉദ്ധിതനുമായ ക്രിസ്തുവിനെ വിശ്വാസി കണ്ടുമുട്ടുന്നത് ഈശോയുടെ ഈ ആത്മദാനമാകുന്ന ഈ കുർബാനയിലാണ്. ആ അർത്ഥത്തിലാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും കേന്ദ്രമായി നിൽക്കുന്ന പരിശുദ്ധ കുർബാനയെ നാം മനസ്സിലാക്കേണ്ടത്. ഈശോ പാനപാത്രം എടുത്ത് ഉച്ചരിച്ച വാക്കുകൾ നമുക്കറിയാം. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടേതായ എൻ്റെ രക്തമാണ്. ഈ വാക്കുകൾക്ക് ഫ്രാൻസിസ് പാപ്പ പറയുന്ന വിശദീകരണം ഇപ്രകാരമാണ്: വളരെ ആഴമായ അർത്ഥതലങ്ങളാൽ അലങ്കൃതമായ വചനങ്ങളാണിവ.
പഴയ നിയമത്തിലൂടെ അനുസ്യൂതം ഒഴുകുന്ന രക്ഷാചരിത്രത്തിൻ്റെ രത്ന ചുരുക്കം ഈശോ ഈ തിരുവചനത്തിലൂടെ വർത്തമാനകാല യാഥാർത്ഥ്യമാക്കി മാറ്റുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ 3 കാര്യങ്ങൾ ഉണ്ട്. നമ്മൾ അധികം വിശദീകരിക്കുന്നില്ല. പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സീനായി ഉടമ്പടി. 2, ആ ഉടമ്പടി ഇസ്രായേൽ ലംഘിക്കുമ്പോൾ ഒരു പുതിയ ഉടമ്പടിയെക്കുറിച്ച് പറയുന്നു. ക്രിസ്തുവിൽ നിറവേറുവാനിരിക്കുന്ന പുതിയ ഉടമ്പടിയെക്കുറിച്ച്. അത് ജെറമ്യായുടെ പുസ്തകം 31-ാം അധ്യായം 31-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നു. 3, ആ പുതിയ ഉടമ്പടി നിറവേറ്റുന്ന സഹനദാസനെക്കുറിച്ച്. ഗുഡ് ഫ്രൈഡേയിലെ ആദ്യത്തെ വായന അതാണല്ലോ. ഏശയ്യാ പ്രവാചകൻ പറയുന്ന സഹനദാസനെക്കുറിച്ചുള്ള ആ കാര്യങ്ങളും. ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പാനപാത്രം എടുത്ത് പറഞ്ഞ ഈശോയുടെ വാക്കുകളിലുണ്ട്. അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഈശോയിൽ സംഭവിക്കുന്നത് എന്നതാണ് പ്രധാനം. 2 കാര്യങ്ങൾ കൂടി വിശദീകരിച്ചാൽ, പഴയ നിയമത്തിലെ ഉടമ്പടിക്ക് 2 ഘടകങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഉടമ്പടിയുടെ രക്തം. ബലിയർപ്പിക്കപ്പെട്ട മൃഗങ്ങളുടെ രക്തം ബലിപീഠത്തിൻ്റെയും ജനങ്ങളുടെ മേൽ അവർ തളിക്കുമായിരുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 24-ാം അധ്യായത്തിലാണ് ഈ സീനായി മലയിലെ ഉടമ്പടി ഉറപ്പിക്കുന്നതിൻ്റെ വിവരണമുള്ളത്. അവിടെ കാണുന്ന ഒരു ഘടകം ഉടമ്പടി രക്തമാണ്. അത് മൃഗങ്ങളുടെ രക്തമാണ്. 2, ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ളത് ഈ ജനത്തിൻ്റെ അനുസരണയാണ്. വചനം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് ദൈവജനത്തിൻ്റെ വാഗ്ദാനവുമാണത്. ഉടമ്പടിയുടെ വേദഗ്രന്ഥം വായിച്ച് ജനങ്ങൾ പ്രത്യുത്തരിച്ചു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ അനുസരണയുള്ളവരായിരിക്കും. ഈ ഉടമ്പടിയുടെ ഈ 2 കാര്യങ്ങളും, രക്തവും അനുസരണയും, അതിന് പുതിയ അർത്ഥം നൽകുന്നതാണ് കുരിശിലെ ബലിയിൽ കാണുന്നത്. ക്രിസ്തുവിലൂടെ പഴയ നിയമത്തിലെ ഈ ഇസ്രായേൽ ജനത ഈ ഉടമ്പടിയുടെ 2ാമത്തെ വ്യവസ്ഥ അനുസരണ അത് പാലിച്ചില്ല. അവർ ദൈവത്തിൽ നിന്ന് അകന്നകന്നു പോകുന്നതാണ് പഴയ നിയമ ചരിത്രത്തിൽ കാണുന്നത്. അതുകൊണ്ട് ദൈവം അവരെ വിപ്രവാസികളായി ബാബിലോണിലേക്ക് വിട്ടു. അവരുടെ ദേവാലയം നശിപ്പിക്കുവാനായി അനുവദിച്ചു. പിന്നെയാണ് ഒരു പുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഈശോ നടത്തുന്നത്. സാവകാശം പുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ള പ്രത്യാശ നാം എടുക്കുന്നു. ആ പുതിയ ഉടമ്പടി ഉറപ്പിക്കുന്നത് തകർക്കാനാവാത്ത അനുസരണയിലാണ്. ക്രിസ്തുവാണ് ഈ അനുസരണയുടെ ഉറവിടമായി നിൽക്കുന്നത്. അലംഘനീയമായ ഈ അനുസരണം ദൈവപുത്രൻ്റേതാണ്, യേശുവിൻ്റേതാണ്. അവിടുന്ന് സ്വയം അടിമയായി തീർന്ന് അനുസരണ അഭ്യസിച്ചു. എല്ലാ മാനുഷികമായ അനുസരണക്കേടിൻ്റെയും ധിക്കാരത്തിൻ്റെയും ശിക്ഷ തൻ്റെ മേൽ സ്വയം ചുമത്തി. സഹനത്തിൻ്റെ ആഴം താണ്ടി മരണത്തെ കീഴ്പ്പെടുത്തി. ദൈവപുത്രൻ്റെ ഈ സഹനത്തിലാണ് അനശ്വരമായ പുതിയ ഉടമ്പടി ഉറപ്പിച്ചിരിക്കുന്നത്. ഇന്ന് നമുക്ക് എല്ലായിടങ്ങളിലും കാണുന്നൊരു കാര്യം, വ്യക്തികൾ തന്നിഷ്ടം പോലെ മുന്നോട്ട് പോകുന്നു എന്നതാണ്. സ്വന്തം ഇഷ്ടമനുസരിച്ച് ആരെയും അനുസരിക്കാനായിട്ട് മനസ്സ് കാണിക്കാത്ത, ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും ധിക്കരിക്കുന്ന, മുതിർന്നവരുടെ വചനം ധിക്കരിക്കുന്ന, അതിലൂടെ പെരുകുന്ന തിന്മകളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ള അനുസരണക്കേടിൻ്റെയും ധിക്കാരത്തിൻ്റെയും ഇടങ്ങളിൽ അനുസരണയിലൂടെ ഈശോ തൻ്റെ ഉടമ്പടി ഉറപ്പിക്കുകയാണ്. ഈശോയുടെ ഈ അനുസരണമാണ് വിശ്വാസികളായ നമുക്ക് പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു വഴിയായി തുറന്ന് കിടക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് വിചിന്തനം ഉപസംഹരിക്കാം. ഈ അപ്പവും ഈ വീഞ്ഞുമെടുത്ത് ഈശോ പറയുന്ന വാക്കുകളിൽ പ്രധാനപ്പെട്ടത് അനേകർക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി എന്നുള്ളതാണ്. ഈശോയുടെ ഈ കുരിശുമരണവും ഉത്ഥാനവും നമുക്ക് വേണ്ടിയാണ്. ക്രിസ്തു രഹസ്യത്തിൻ്റെ ഉള്ളറ തുറക്കുന്ന വാക്കാണ് ഈ വേണ്ടി എന്നുള്ള ഈ പദം. അതായത് ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം മുഴുവൻ അപരനു വേണ്ടി ഉള്ളതാണ്. അവൻ ജീവിക്കുന്നതും മരിക്കുന്നതും മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അവൻ്റെ സത്ത മുഴുവൻ മറ്റുള്ളവരെ ആവാഹിച്ചു നിൽക്കുന്നു. അവൻ്റെ അസ്തിത്വം മറ്റുള്ളവരുടെ അസ്തിത്വത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇതാണ്
ഈ രക്തം പാനപാത്രമെടുത്ത് അവൻ പറഞ്ഞ വചനങ്ങളുടെ അർത്ഥം, പീഡാനുഭവവും കുരിശുമരണ ഉത്ഥാനവും അതിൻ്റെ ആവിഷ്കാരമാണ്. ഈ രഹസ്യമാണ് വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുന്നതും നമുക്ക് പ്രദാനം ചെയ്യുന്നതും. ചുരുക്കത്തിൽ പരിശുദ്ധ കുർബാന സ്ഥാപനത്തിലെ ഈശോ ചെയ്ത 2 കർമ്മങ്ങളും ഈശോ പറഞ്ഞ വാക്കുകളുടെയും ഇങ്ങനെയുള്ള ആന്തരികമായ അർത്ഥങ്ങൾ ഗ്രഹിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. കത്തോലിക്ക സഭ വിശ്വാസികളായി നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം സഭ പറയുന്നതാണ്: പരിശുദ്ധ കുർബാന ക്രിസ്തീയ ജീവിതത്തിന് മുഴുവൻ ഉറവിടവും ഉച്ചസ്ഥാനവുമാണ്. സോഴ്സ് ആൻഡ് സബ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ഈസ് ഹോളി യൂക്കറിസ്റ്റ്. കാരണം ഈ വിചിന്തനത്തിൽ കണ്ടതുപോലുള്ള കാര്യങ്ങളാണ്. പരിശുദ്ധ കുർബാനയിൽ നിന്ന് കൃപാവരം, ദൈവത്തിൻ്റെ അനുഗ്രഹം, പ്രസാദവരം, കൃപാവരം ഒരു നീറുറവിൽ നിന്നെന്ന പോലെ നമ്മിലേക്ക് പ്രവഹിക്കുന്നു. പരിശുദ്ധ കുർബാന അനുദിനം നാം ഓരോരുത്തരും ബലിയായി ജീവിക്കുവാനുള്ള നിരന്തരമായ ആഹ്വാനമാണ്. അതിനുള്ള ശക്തിയുടെ ഉറവിടവുമാണ്. ഒരർത്ഥത്തിൽ അൾത്താരയിൽ നിന്നും ജീവിതത്തിലേക്കും ജീവിത ബലിയിൽ നിന്ന് അൾത്താരയിലേക്കുമുള്ള ഒരു യാത്രയാണ് യേശുവിനോടൊപ്പം വിശുദ്ധ ബലിയിൽ പരിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിൽ നാം ഓരോരുത്തരും നിർവഹിക്കുന്നത്. നമുക്ക് ഈ ദിവസം തിരുവത്താഴത്തിൽ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപസാദൃശ്യങ്ങളിലൂടെ തൻ്റെ മരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും രഹസ്യങ്ങളെ ഔദാസികമായി നമുക്ക് നൽകുന്ന യേശുവിനെ പ്രത്യേകം സ്മരിക്കാം. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നത് വിശ്വാസ സമൂഹമാണ്, സഭാ സമൂഹമാണ്. പരിശുദ്ധ കുർബാനയുടെ ചുറ്റിലും കൂടുന്ന ദൈവജനമാണ് സഭ. സഭ ജനനം കൊള്ളുന്നത് തന്നെ ഈ കുർബാനയിൽ നിന്നാണ്. ഈ കുർബാന അർപ്പണത്തിന് വിളിക്കപ്പെട്ടവരാണ് വിശ്വാസികളായ നമ്മളെല്ലാവരും. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നവരാണ് ഓരോ ക്രൈസ്തവനും ഓരോ വിശ്വാസിയും. സഭയുടെ പൊതുവായ പൗരോഹിത്യം ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിലുള്ള പങ്കാളിത്തമാണ്. ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേർന്നു. സഭയുടെ പൊതുവായ പൗരോഹിത്യമാണ്. അതിൽ ചിലരെ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് പുരോഹിതന്മാരായി യേശു തിരഞ്ഞെടുത്തു. അതിൻ്റെ സ്ഥാപനവും ഈ അന്ത്യത്താഴ വേളയിലാണ്. നമ്മുടെ അതിരൂപതയിലുള്ള എല്ലാ വൈദികരെയും നമുക്ക് ഈ ദിനത്തിൽ അനുസ്മരിക്കാം. ആരാണ് പുരോഹിതർ? എന്താണ് പൗരോഹിത്യം? ക്രിസ്തുവാകുന്ന നിത്യപുരോഹിതൻ്റെ അഭിഷേകത്തിലുള്ള പങ്കാളിത്തമാണ് പൗരോഹിത്യം. നമ്മൾ ജ്ഞാനസ്നാനത്തിൽ എല്ലാവരും ആ പൗരോഹിത്യത്തിൽ പങ്കുചേർന്നു. എന്നാൽ ശുശ്രൂഷ പൗരോഹിത്യത്തിലൂടെ പുരോഹിതരായവർ ദൈവജനത്തിൻ്റെ ഈ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന, പ്രിസൈഡ് ചെയ്യുന്നവരായിട്ടാണ് സഭ കാണുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മുടെ കത്തീഡ്രൽ ദേവാലയത്തിൽ രൂപതയിലുള്ള എല്ലാ വൈദികരോടൊത്ത് രൂപത അധ്യക്ഷൻ തൈല പരികർമ്മ ദിവ്യബലി അർപ്പിച്ചു. ഒരു പുരോഹിതൻ ആരാണ്, അവൻ്റെ ദൗത്യം എന്താണ് എന്നുള്ളതിന് ആ ദിവ്യബലിയിലെ ആമുഖ ഗീതയിൽ പറയുന്ന വചനങ്ങൾ കൂടി ഉദ്ധരിക്കാം. ക്രിസ്തുവിൻ്റെ നാമത്തിൽ മനുഷ്യരക്ഷയുടെ ബലി നവീകരിക്കുന്നതിനും ദൈവജനത്തിന് പെസഹ വിരുന്നൊരുക്കുന്നതിനും അവരെ സ്നേഹത്തോടെ നയിക്കുന്നതിനും വചനത്താൽ പരിപോഷിപ്പിക്കുന്നതിനും കൂനാശകളാൽ ശക്തിപ്പെടുത്തുന്നതിനുമായി ദൈവജനത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് പുരോഹിതർ. നമ്മുടെ അതിരൂപത ദൈവകൃപയാൽ ദൈവവിളിയാൽ അനുഗ്രഹീതമാണ്. ഈ വരുന്ന ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള വ്യാഴാഴ്ച ദിവസം ഈ കത്തീഡ്രലിൽ നമ്മുടെ അതിരൂപതയ്ക്ക് വേണ്ടി അതിരൂപതയിൽ നിന്നുള്ള 9 ഡീക്കന്മാർ വൈദിക പട്ടം സ്വീകരിക്കുന്നു. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹ ബഹുമാനമുള്ളവരെ, ഒരു കാര്യം കൂടി നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ അതിരൂപതയിൽ ദൈവവിളി കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നതിനും വൈദിക വിദ്യാർത്ഥികളുടെ സെമിനാരി പരിശീലനത്തിനും വൈദികരുടെ തുടർ പരിശീലനത്തിനും വിരമിച്ച വൈദികരുടെ സംരക്ഷണത്തിനും അവർക്ക് വേണ്ട താമസ സൗകര്യത്തിന് പുതിയ മന്ദിരത്തിനും
ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയും സഹകരണവും സാമ്പത്തിക സഹായവും അനിവാര്യമാണ്. ഒരല്പ സാമ്പത്തിക ഞെരുക്കത്തിലൂടെയാണ് നമ്മുടെ രൂപത കടന്നു പോകുന്നത്. അതുകൊണ്ട് മോൺസിഞ്ഞോർ വിൽഫർഡ് ഉൾപ്പെടുന്ന ഫൊറോന വൈദികരുടെ സമ്മേളനത്തിൽ വന്നൊരു നിർദ്ദേശമായിരുന്നു, ഇത്രയും പ്രധാനപ്പെട്ട പൗരോഹിത്യ ശുശ്രൂഷ, ദൈവജനത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിന് സഹായിക്കുന്നവനാണ് പുരോഹിതൻ. അങ്ങനെയാണെങ്കിൽ ആ ദൈവജനത്തിൽ നിന്ന് തന്നെ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കൂടുതൽ സഹായ സഹകരണങ്ങൾ, സാമ്പത്തിക സഹായം നമുക്ക് ആവശ്യപ്പെടാം. ഈ വർഷം മുതൽ ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള 4ാമത്തെ ഞായറാഴ്ച ഗുഡ് ഷെപ്പേർഡ് സൺഡേ ആയി നമ്മുടെ രൂപതയിൽ ആഘോഷിക്കുകയാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്ന് അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുവാനായി ഞാൻ വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹ ബഹുമാനമുള്ളവരെ, ഒരല്പ കട്ടിയുള്ള കാര്യങ്ങളാണ്. ഇതൊരിക്കൽ കേൾക്കുന്നത് നല്ലതാണ് എന്ന് കരുതിയാണ് പാപ്പയുടെ വിചിന്തനങ്ങൾ നിങ്ങളോട് പങ്കുവച്ചത്. ഒരുവൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥവും ആനന്ദവും കണ്ടെത്തുവാൻ ശ്രമിക്കുമ്പോൾ അതിനുള്ള മറുപടിയായി ഈശോ തൻ്റെ അന്ത്യത്താഴം, പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഈ വഴിയിലൂടെ സഞ്ചരിക്കുവാനുള്ള വിളിയാണ് വിശുദ്ധവാരത്തിലൂടെ ക്രിസ്ത്യാനികൾക്ക്, വിശ്വാസികൾക്ക് ദൈവം നൽകുന്നത്. അനുദിനം വീട്ടിലാണ്, നമ്മുടെ തൊഴിലിടങ്ങളിലാണ് ബലിയർപ്പണം നടക്കുന്നത്. കാരണം ജീവിതമാകുന്ന അപ്പവും മീഞ്ഞും മറ്റുള്ളവർക്കായി മുറിക്കപ്പെടുന്ന ഇടങ്ങൾ അവിടെയാണ്. ആ ബലിയർപ്പണത്തിൻ്റെ ആഘോഷത്തിന് വേണ്ട കൃപയും ചൈതന്യവും ഊർജവും സംഭരിക്കുന്നതാണ് ദേവാലയത്തിലുള്ള ഈ ബലിയർപ്പണം. ഈ ബലിയർപ്പണത്തിലേക്ക് നമ്മൾ ഓരോ ദിവസവും ജീവിതത്തിലെ ബലി വീണ്ടും വീണ്ടും വരുവാൻ പ്രേരിപ്പിക്കുന്നു. ഇവിടുത്തെ ബലിയിൽ നിന്ന് കൃപയും ചൈതന്യവും സ്വാംശീകരിച്ച് ജീവിത ബലിയിലേക്ക് പോകുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ, ആത്മദാനമാകുവാൻ, ബലിയായി മാറുവാൻ, അതാണ് പരിശുദ്ധ കുർബാന. അത് നൽകിയ ദൈവത്തിന് നന്ദി പറയാം. കൃതജ്ഞതയും സ്തോത്രവുമാണ് ഈ ദിവ്യബലി. ഇത് മുറിച്ച് പങ്കുവെച്ച് നൽകുവാനുള്ളതാണ്, അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. ഈ വിചിന്തനങ്ങളോടുകൂടി ഈ ദിവസത്തിൻ്റെ ധന്യമായ കൃപകൾക്കും അനുഗ്രഹത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹ ബഹുമാനമുള്ളവരെ, 3ാമത്തെ കാര്യം പാദക്ഷാളനമാണ്. അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. നമ്മുടെ മുന്നിൽ ഹൃദയസ്പർശിയായ രീതിയിൽ ഈ വിചിന്തനത്തിന് ശേഷം ശിഷ്യരുടെ പാദങ്ങൾ കഴുകുകയാണ്. സ്നേഹത്തിന്, ബലിക്ക് പ്രായോഗികമായ തലം യോഹന്നാൻ സുവിശേഷകൻ കാലുകഴുകൽ ചടങ്ങിലൂടെയാണ് നൽകുന്നത്. വിനീതരായി എളിമയോടുകൂടി മറ്റുള്ളവരെ സേവിക്കുന്നതാണ് പരിശുദ്ധ കുർബാന എന്ന് കാലുകഴുകൽ നമ്മെ അനുസ്മരിക്കുന്നു. ഇതിൻ്റെ ഹൃദയാർഭജകമായ ആ ചൈതന്യത്തിലേക്കും അരൂപിയിലേക്കും പ്രവേശിക്കുവാൻ, ഇതിൻ്റെ ആ ചൈതന്യം ജീവിക്കുവാൻ അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തിരുക്കർമ്മങ്ങൾ തുടരാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.